IPL മാച്ച് നമ്പർ 58 ഇന്ന് ചിന്നസ്വാമിയിലേക്ക് പോകുമ്പോൾ RCBയും കൊൽക്കത്തയുമായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും ആദ്യം പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 7:30 മുതൽ ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്. നോർമലി ബാറ്റേഴ്സിന് അനുകൂലമായിട്ടുള്ളൊരു ട്രാക്കാണ് ചിന്നസ്വാമിയിലുള്ളത്. എന്നാൽ ഇവിടെ മഴയുള്ളതുകൊണ്ട് ഓവർകാസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ പഞ്ചാബിനെതിരെ കണ്ടതുപോലെ ബൗളേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത് കണ്ടേക്കാൻ സാധ്യതയുണ്ട്. മത്സരത്തിനിടയിൽ ഇന്ന് മഴയ്ക്കുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലി പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമായി RCB മാറും. പക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്വാളിഫയർ 1 കുറച്ച് ടൈറ്റ് ആയേക്കാൻ സാധ്യതയുണ്ട്. കാരണം ടോപ്പിൽ നിൽക്കുന്ന 3 ടീമുകളിൽ ആര് തോൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും എലിമിനേറ്റർ വരുന്നത്. കൊൽക്കത്ത ഇന്ന് വിജയിച്ചാൽ അവരുടെ വിദൂര സാധ്യത നിലനിർത്തും. തോറ്റാൽ ഒഫീഷ്യലി അവരും പുറത്താണ്. ഒപ്പം ടെസ്റ്റിൽ നിന്നും വിരമിച്ച കോഹ്ലിക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ വെള്ള ജേഴ്സി അണിഞ്ഞായിരിക്കും ആരാധകർ വരുന്നത്. ഇനി ടീമുകളിലേക്ക് വന്നാൽ ഹേസൽവുഡ് മാത്രമാണ് RCBയിൽ അവൈലബിൾ അല്ലാത്തത്. പട്ടിദാർ, സോൾട്ട് എന്നിവർ നെറ്റ്സിൽ ലോങ് സെഷൻ ബാറ്റ് ചെയ്തിരുന്നു. കൊൽക്കത്തയിൽ നിന്നും പിന്മാറിയ താരങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും അവൈലബിൾ ആണ്. രഹാന ഭുവി മാച്ചപ്പും നരേൻ കോഹ്ലി മാച്ചപ്പും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. RCBയിൽ കോഹ്ലി സോൾട്ട് ഓപ്പണിംഗ്, ജേക്കബ് ബദൽ അല്ലെങ്കിൽ മയങ്ക് അഗർവാൾ, രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, റൊമാരിയോ ഷെപ്പേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, റാഷിദ് സലാം അല്ലെങ്കിൽ ലുങ്കി എൻഗഡി, യാഷ് ദയാൽ, സുയാഷ് ശർമ്മ തുടങ്ങിയ ടീമിനാണ് ചാൻസ്. കൊൽക്കത്തയിൽ ഗുർബാസ്, നരേൻ ഓപ്പണിംഗ്, അജിങ്ക്യ രഹാനെ, രഘുവൻഷി, മനീഷ് പാണ്ഡെ അല്ലെങ്കിൽ വെങ്കടേഷ് അയ്യർ, റസൽ, റിങ്കു സിംഗ്, രമൺദീപ് സിംഗ്, അനുകുൽ റോയ്, വൈഭവ് അരോര, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ തുടങ്ങിയ ടീമിനാണ് ചാൻസ്. അവസാനമായി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ വിജയ സാധ്യത എന്നിവ നോക്കിയാൽ കോഹ്ലി, യാഷ്, സോൾട്ട് എന്നിവരെ RCBയിൽ നിന്നും, രഹാനെ, റസൽ, നരേൻ എന്നിവരെ കൊൽക്കത്തയിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിജയ സാധ്യത RCBക്ക് തന്നെയാണ് കൂടുതൽ കാണുന്നത്.